നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ന്യൂ റൂട്ട്സ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മഹത്തായ കാര്യത്തെ പറ്റിയാണ്. സൂറത്ത് ബിസിനസ് മാൻ വേർഡ്സ് ഓഫ് 500 fatherless girls of different faiths. A Surat business based diamond merchant Mahesh Savani. Diamond merchant Mahesh Savani. Every year organizing a regal mass wedding ceremony where hands of faith girls are wedded of family members of the bride and groom and also present at the weddings. Savani has been organizing such mass wedding for the last 10 years. എന്ത് സംഭവം വെച്ചാൽ, ഗുജറാത്തിലെ സൂറത്ത് ആസ്ഥാനമായിട്ടുള്ള ഡയമണ്ട് വിൽപ്പനക്കാരനായ ഫാമിലി കുടുംബത്തിൽപ്പെട്ട സവാനി എന്ന ആള് ഓരോ കൊല്ലവും 300 ഫാദർലെസ് ആയിട്ടുള്ള ഗേൾസിനെ തിരഞ്ഞെടുത്തിട്ട്, അതായത് അച്ഛൻ ഇല്ലാത്ത, ഗാർഡിയൻ ഇല്ലാത്ത പെൺകുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ട കംപ്ലീറ്റ് സ്വർണ്ണാഭരണങ്ങളും മറ്റു എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ചുരുങ്ങിയത് 5000 പേരെ ഇതിനകം ആ ഫാമിലി വിവാഹം ചെയ്തു ക്ലിയർ ചെയ്തിട്ടുണ്ട്. മഹേഷ് സവാനിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെ നേതൃത്വത്തിൽ. ഇവിടെ ഇന്ത്യയിൽ ഗുജറാത്തിൽ അദ്ദേഹമല്ല ഏറ്റവും വലിയ പൈസക്കാരൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്നതുകൂടി ഇവിടെ ഇതാക്കണം. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് റസൂലിൻ്റെ മാർഗം എന്ന് പറയുന്നത്. അതിന് ഈ ദീനിൽക്ക് ഒരൊന്നും വേണ്ട, മനസ്സിലായില്ലേ? നല്ല കാര്യം ചെയ്യാൻ നിങ്ങളുടെ മതത്തിൽ തന്നെ നിന്നാൽ മതി എന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെല്ലാവരും ദീനിലേക്ക് വരൂ, എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും കൂടി നിക്ഷേപിക്കുമോ, അല്ലെങ്കിൽ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമോ, അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ മാർഗമായിരിക്കണം, അത് ഏത് മതത്തിൽപ്പെട്ടാലും ശരി എന്നാണ്. ഇപ്പം ഇവിടെ ഒരു കേരളീയനായിട്ടുള്ള ഒരു മനുഷ്യൻ മൃഗഡോക്ടറായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ റസൂലിന് ഭ്രാന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ റസൂലിന് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റസൂലിന് ഭ്രാന്തോ അല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ സവാനി 1000 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇത് നടത്തിയത്. അയാൾക്കറിയാം മരിച്ചു പോകുമ്പോൾ ഒരു 50 പൈസ കൊണ്ടുപോകില്ല, മനസ്സിലായില്ലേ? അയാളെ ഒരു ഗവൺമെൻറ്റും ചീത്ത അറിയുന്നില്ല. എന്താണോ നിങ്ങൾ ഈ കണ്ട പൈസ സമ്പാദിച്ചിട്ട് വേറുള്ളവർക്ക് കൊടുക്കാത്ത, അങ്ങനെ ഒരു നിയമമില്ല. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിന് ജീവിക്കുന്നു ഈ ലോകത്ത് എന്ന്. അതാണ് റസൂൽ പറഞ്ഞത്. അല്ലാതെ റസൂലിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനോ, അല്ലെങ്കിൽ റസൂലിൻ്റെ പേരും ചൊല്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ, അല്ലെങ്കിൽ റസൂലിൻ്റെ പേരും ചൊല്ലി രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ട് ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളൊക്കെ ഭീകരന്മാരാണെന്ന് പറയാനോ, അല്ലെങ്കിൽ നിങ്ങളെ മുസ്ലിം കാണിച്ചിട്ട് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നൊന്നുമല്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഈ ഭൂമിയിൽ എന്താണ് എന്നാണ് റസൂൽ ചോദിച്ചത്. അതായത്
നിങ്ങളിപ്പോൾ ജീവിച്ച കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്തു സമൂഹത്തിന് വേണ്ടി എന്നുള്ളതാണ്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റസൂൽ നിൽക്കുന്നത്. റസൂൽ ഒരു അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചില്ല. അതായത് അവർ പറഞ്ഞത് പൂർത്തിയാക്കാൻ ഞാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഹാരിസ് പറയുന്നു റസൂലിന് ഭ്രാന്താണെന്ന്. അയാളോട് ഒപ്പം നടക്കുന്ന അല്പം BJPക്കാരും എല്ലാവരും കൂടിയിട്ട് 1000 മദ്രസ പൊളിച്ചതിന് അവാർഡ് തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇസ്ലാമിസ്റ്റുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ശിവലിംഗത്തിൽ ശയന പ്രദർശനം ചെയ്യുന്നു. ഈ വൃത്തികെട്ട ഏർപ്പാടിന് എതിരാണ് സവാനി ചെയ്തത്. അപ്പോൾ സവാനി ചെയ്തത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് അംഗീകരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആരംഗീകരിച്ചാലും ദൈവം എന്നൊരാളുണ്ടെങ്കിൽ അംഗീകരിക്കും. അതാണ് റസൂൽ പറഞ്ഞത്. എന്നെ കണക്കാക്കി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നാളത്തെ ആ കോടതിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ മരിച്ചു പോകുമ്പോൾ എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഇയാളുടെ വാക്ക് കേട്ടാൽ നിങ്ങൾ സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ല രണ്ടുമല്ലാത്തൊരു നിലപാടിലെത്തും. അതായത് ചെയ്തതൊക്കെ ബാത്തിലായി പോകും എന്നൊരു കാര്യം കൂടിയുണ്ട്. റസൂലിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ദീനിലേക്കും നിങ്ങൾ വരണമെങ്കിൽ വന്നാൽ മതി. ദാനം ധർമ്മം ഒക്കെ ക്ലിയറായിരിക്കണം. മനുഷ്യൻ കൊന്നിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു റസൂൽ എന്നൊന്നും പറഞ്ഞിട്ട് പഴയകാല ചരിത്രങ്ങളോ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ വിപത്തുകളും ആപത്തുകളും ഒക്കെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ എന്താണ് ഇവരിത് പറയുന്നത് വെച്ചാൽ, ഈ വയസ്സായ ആളുകൾക്ക് പണം സമ്പാദിക്കാനുള്ള ഏക മാർഗം രാഷ്ട്രീയത്തിലിറങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് ടിപ്പു അങ്ങനെ ചെയ്തു, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള പഴയ ചോറിങ്ങനെ വിളമ്പുക ആൾക്കാർക്ക്. ആ ചീഞ്ഞുനാറ് ചോറ് തൂർക്കിടുക എന്നുള്ളതാണ് എല്ലാ അമ്മമാരും ചെയ്യുക. ഈ അമ്മമാർ ചെയ്യുന്നത് എന്താണ്? ചീഞ്ഞളഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചോ, തിന്നല്ലാതെ നല്ലത് തരില്ല എന്നാണ്. ആ ഒരു വാശിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെന്തിനും റസൂലിനെ കുറ്റം പറയുന്നു? BJPക്കാർക്ക് ഇത് ചെയ്തൂടെ? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ തന്നെ രക്ഷിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ തന്നെ രക്ഷിക്കുക. ഈ അമ്പലങ്ങളിലും മറ്റ് കണ്ടമാനം പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണക്കട്ട അല്ലെങ്കിൽ സ്വർണ്ണ സിംഹാസനം, ഇതൊക്കെ എന്തിന്? ഈ ഭൂമി അവസാനിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുകൊണ്ട് നിങ്ങൾ മനുഷ്യന് ഉപകാരപ്രദമായി എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇതിവിടെ മോഡി ഇപ്പോൾ ഒരുപാട് നോട്ട് നിരോധിച്ചു. ആ നിരോധിച്ചതിന് മുമ്പും പൈസ ആളുകളുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങളിങ്ങോട്ട് ചിലവാക്കിയെങ്കിലല്ലേ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. നിങ്ങളിവിടെ ചെയ്യുന്നതാണ് റസൂലിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നവരെന്നെ BMW സഞ്ചരിക്കുകയും മറ്റുള്ളവരെ ഗോഷ്ഠി കാണിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിസ്കാരത്തഴമ്പിനാണ് വില പോലും. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അത്തരം നിസ്കാരത്തഴമ്പുള്ളവരെ ആദ്യം നരകത്തിലിട്ട് ശിക്ഷിക്കും എന്ന് റസൂൽ പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങളാൽ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സത്യം പറഞ്ഞതിനാണ് റസൂലിൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇട്ടുകൊണ്ട് ജനങ്ങൾ അഭിഷേകം ചെയ്തത്, അല്ലെങ്കിൽ കൊല്ലുവാൻ വന്നത്. ഇവിടെയൊക്കെ റസൂൽ പറഞ്ഞത് കട്ടിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവർക്ക് ഒന്നും തന്നെ അപ്പുറമോ ഇപ്പുറമോ, അതായത് മരണപ്പെട്ട് ചെന്നിട്ടോ ഇപ്പുറം ജീവിച്ചിരിക്കുന്നതുകൊണ്ടോ ഒന്നും തന്നെ നേടാൻ സാധ്യമല്ല. അപ്പം മരണപ്പെട്ടിട്ട് ചെല്ലുന്ന ഒരു വ്യവസ്ഥ അവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് മലപ്പുറം ജില്ല ഒട്ടാകെ ഈ ഹാരിസും ടീമും വിളിച്ചു പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഗുണം? നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം? നിങ്ങൾ കുരങ്ങിൽ നിന്ന് വന്നാലും ശരി, മനുഷ്യരിൽ നിന്ന് വന്നാലും ശരി, നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഈ പണം മറ്റുള്ളവർക്ക് കിട്ടാഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്ത് എന്നുള്ളതാണ് റസൂൽ ചോദിച്ചത്. റസൂൽ ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവനവൻ്റെ ബിസിനസ് ചെയ്തിട്ട് സ്വയം റസൂൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി. ഈ തല്ലും കുത്തും വെക്കാനും ഒന്നും തന്നെ നേടേണ്ട ഒരാവശ്യമുണ്ടായിരുന്നില്ല. എങ്കിൽ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ എന്തൊക്കെ സമ്പാദിച്ചു എന്ന് ഹാരിസ് ചിന്തിക്കേണ്ടതുണ്ട്. ഹാരിസ് റസൂലിനെ കുറ്റം പറയുമ്പോൾ റസൂലിന് ഭ്രാന്താണെന്നൊക്കെ ഹാരിസ് പറയുമ്പോൾ സ്വയം ഭ്രാന്തുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
പിന്നെ ഇതൊക്കെ വിലയിരുത്തുന്ന ആൺകുട്ടികൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നത് പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇയാൾക്ക് 1000 കോടി ഉറുപ്പ്യ ചിലവാക്കിയിട്ടാണ് ഈ പെൺകുട്ടികളെ മുഴുവൻ വിവാഹം ചെയ്തയക്കുന്നതും കൊല്ലം തോറും ചെയ്യുന്നതും. അയാൾ ഡയമണ്ട് വിൽപ്പനക്കാരനല്ലേ, അതുകൊണ്ടാണ് അയാൾക്ക് അത്ര പണം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കുട്ടിയെപ്പോലും നിങ്ങൾ ഈ സമൂഹത്തിൽ തന്തയില്ലാത്ത കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ടോ റസൂലിൻ്റെ വാക്ക് കേട്ടിട്ട് എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാറുണ്ട്. ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ യൂട്യൂബ് കാണുന്ന ആളുകളെയും നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മനുഷ്യനാവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കുരങ്ങോ അല്ലെങ്കിൽ കുരങ്ങല്ലാതെയോ ആരും ആയിക്കോട്ടെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും കുരങ്ങൻ്റെ സിദ്ധാന്തമുണ്ട്. കുരങ്ങൻ്റെ സിദ്ധാന്തം അവിടെ മറ്റേ ഖണ്ഡിക്കുന്നത് ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും നമ്മളുണ്ടായി എന്ന് പറയുമ്പോഴാണ്. ഇന്ന് നമുക്ക് ജനിതക പരിശോധന നടത്തിയാൽ തന്നെ അറിയാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കുരങ്ങിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? നമ്മൾ വേറിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളല്ലാതാക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ ശാസ്ത്രീയ നിഗമനവും ഒന്നും നമ്മൾ പഠിച്ചിട്ട് യാതൊന്നും നേടാനില്ല. മനസ്സിലായില്ലേ? കുരങ്ങിൽ നിന്നോ ബബൂണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ചിമ്പാൻസിയിൽ നിന്നോ എങ്ങനെയൊക്കെ വന്നോ കുഴപ്പമില്ല. ഇവിടെ അതല്ലേ പ്രശ്നം. നിങ്ങൾ ഒരു രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ചിലവാക്കിയെന്ന് റബ്ബ് ചോദിക്കുമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഇനി ഞാൻ മറ്റു വീഡിയോകളിൽ കൂടി എന്തൊക്കെയാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനോട്, അത് എന്തൊക്കെയാണ് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോകൾ ഉടൻ തന്നെ തയ്യാറാകുന്നതായിരിക്കും, അതിനെപ്പറ്റി പറയുന്നതുമായിരിക്കും. ഇതൊക്കെ ഭയങ്കരമായ എന്താ പറയുക, വെറുപ്പ് സമ്പാദിക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുക, അതല്ല എന്താ പറയുക, ആത്മീയമാണെങ്കിൽ ആത്മീയത്തിൽ നിൽക്കുക. ഇപ്പോൾ ആത്മീയമായ സന്യാസി 1000 മദ്രസകൾ പൊളിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ കൈവങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റെന്തോ കളിയാണ്. ഒന്നുകിൽ വിദേശ രാജ്യത്തിൻ്റെ പണം ശേഖരിച്ചുകൊണ്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? നിങ്ങൾ ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നു? ഏത് ദൈവം പറഞ്ഞിട്ട്? കോടതിയെ പോലും വെല്ലുവിളിച്ച് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ആരാണ്? നിങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ചു പോയ ആളുകളാണ്. അവർ ഭയപ്പെടുന്നത് നിങ്ങളെ വോട്ടിനെയാണ്. അതായത് നിങ്ങൾ പിൻവലിച്ചാൽ അവർക്ക് അവിടെ സീറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ, അവർ കുഴപ്പമില്ല. അതൊന്നും ഈ ആത്മീയതയല്ല. ആത്മീയത എന്ന് പറയുമ്പോൾ ഇതേ ടൈപ്പാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ സവാനി ചെയ്ത ടൈപ്പാണ്. ഇതിന് ഇസ്ലാമിൻ്റെ ആവശ്യമില്ല. അയാൾ സ്വർഗം നേടുകയോ നേടാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അയാളെ വിശ്വാസമാണ് ഞാൻ ഇതെല്ലാം ചെയ്താൽ സ്വർഗം നേടുന്നു. അപ്പോൾ ആ ടൈപ്പിൽ നിങ്ങൾക്ക് പൊക്കൂടെ? നിങ്ങളിതിന് ഇസ്ലാമിൻ്റെ നേർക്ക് വരുന്നു, ഞങ്ങൾ സ്വർഗം നേടുകയോ നേടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയോ കുരങ്ങിൽ വിശ്വസിക്കുകയോ എന്ത് വേണമെങ്കിലും. കുരങ്ങിലൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? കുരങ്ങ് പറഞ്ഞാൽ കുരങ്ങ് തന്നെയാണ്. ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാധിക്കുന്നത് കുരങ്ങിനെയാണെങ്കിൽ കുഴപ്പമില്ല, ആരാധിച്ചോളൂ. അല്ലാതെ മേക്കെട്ട് കയറുന്ന വർത്തമാനം പറയാൻ പാടില്ല. അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ പറ്റിയിട്ട് പലരും പല മറുപടിയും പറയുന്നുണ്ടാകാം. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. ഇസ്ലാമിനെതിരെ കയ്യോങ്ങുന്നവർ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് ആളുണ്ടാവും. ഇവിടെ മദ്യപാനം പാടില്ല, ചൂതാട്ടം പാടില്ല, വ്യഭിചാരം പാടില്ല, പൈസ നല്ല രീതിയിൽ ചിലവഴിക്കണം. ഇതൊക്കെ ഇസ്ലാമിൻ്റെ മുഖങ്ങളാണ്. ആ മുഖങ്ങളിൽ നിന്നിട്ട് ഇത്തരം സംസാരം ഉണ്ടാകുമ്പോൾ അത് ചെയ്യുന്നവർക്ക് പൊള്ളും. അപ്പോൾ അവരാണ് രംഗത്തിറങ്ങുന്നത് എന്നാണ് റസൂൽ ആദ്യം പറയുന്നത്. അതായത് ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാവും. ഈ ശത്രുക്കളൊക്കെ തന്നെ തെറ്റ് ചെയ്യുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെന്നും നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നും. അപ്പോൾ സവാനി ഈ ചെയ്തത്, അതായത് മഹേഷ് സവാനി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും നല്ലൊരു സംഭവമാണ്. അതായത് 300 അച്ഛനില്ലാത്ത കുട്ടികളെയാണ് അയാൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംരക്ഷിക്കാരനെ വിവാഹം ചെയ്തു കൊടുക്കുക. അപ്പോൾ പിന്നെ ബാക്കി കൊണ്ടുപോയവർ ചെയ്ത് തീർക്കണം പിന്നെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല പിന്നെ ഈ കണ്ട പെൺകുട്ടികളെ മുഴുവൻ സംരക്ഷിച്ചിട്ട് ഓർഫനേജിൽ അവരുടെ വയസ്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ളതിനെയോ ആലോചിക്കാതെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ.
മനസ്സിലായി? കെട്ടിച്ചയക്കാനാണ് റസൂൽ പറഞ്ഞത്, കെട്ടിച്ചയക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഉള്ളത് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അല്ലാതെ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഉണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഞാൻ എന്നുള്ള മനോഭാവമാണ്. അത് തെറ്റാണത്. അയാൾ ദീന് ലെസ് ചെയ്താണ്, അതായത് വേണ്ടെന്ന് വെച്ചാണ്. കൺവേർട്ടഡ് ചെയ്തിട്ട് വേറെ ടീമിലൊന്നും നിന്നില്ല, നേരെ BJPയിൽ പോയി ചേർന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മേക്കെട്ട് കയറാഞ്ഞാൽ മതി. ഇപ്പം മേക്കെട്ട് കയറിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം ഇവിടെ വിഡ്ഢികളല്ല ഇന്ത്യയിലുള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇയാളെപ്പോലെയുള്ള ആളുകൾ കൃത്രിമമായിട്ട് റസൂലിനെ പറ്റിയിട്ട് കണ്ണി കണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ലെങ്കിലും ആരെങ്കിലും ശബ്ദിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വീഡിയോകളിലൊക്കെ പെട്ടിട്ട് നമ്മുടെ ആളുകൾ തന്നെ എന്ത് വകുപ്പാണ് ഏതാണെന്ന് ആലോചിക്കാതെ സ്വന്തം കയ്യിൽ കിട്ടിയ പണം നല്ല രീതിയിൽ ചെലവഴിക്കാതെയും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നടക്കുന്നുണ്ടോ എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു രൂപ നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുന്നുണ്ടെങ്കിലും അതിനെന്തിന് ചെലവഴിച്ചിരുന്നു, എന്തിന് ചെലവഴിച്ചു എന്നവിടെ ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സിദ്ധാന്തപ്രകാരം പഴയ കാലത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവർ നല്ല കാര്യം ചെയ്തിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അതൊന്നും നല്ല കാര്യമല്ല എന്നുള്ളതിലേക്കാണ് വരുന്നത്. അത് നല്ല കാര്യമാണോ അല്ലയോ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല തീരുമാനിക്കുന്നതായിരിക്കും. അതിന് റബ്ബ് എവിടെയെന്ന് ഇവർ ചോദിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് നിങ്ങൾക്കില്ലെങ്കിൽ ഉള്ളവർക്കുണ്ട്. പിന്നെ നിങ്ങൾക്കില്ല എന്നൊരു സാധനം മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന അത്തരം വീഡിയോകളോ സത്യത്തിൽ യൂട്യൂബ് ചെയ്യാൻ പാടില്ല. യൂട്യൂബ് നിരോധിക്കേണ്ടത് തന്നെയാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ അതിലംഘിക്കുന്ന രീതിയിലാണ് ആ സംസാരങ്ങളൊക്കെ തന്നെ. അതിനെതിരെ വേണമെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കാണുന്നവർക്ക് ഡിസ്മിസ് ചെയ്യാം. അയാളുടെ വീഡിയോ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിയമത്തിനെതിരെ വരെ സമീപിക്കാൻ സാധിക്കും. എന്തായാലും ശരി, ഇത്തരം വീഡിയോകളിൽ നിന്ന് മിസ്റ്റർ ഹാരിസ് പിന്തിരിയണമെന്നാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്തായിരുന്നു എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു സദസ്സിൽ സംസാരിക്കുന്നത് എത്രമാത്രം മഹാവിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഉത്തരം പറയുന്ന കുറേ കോവർ കഴുതകളെ പോലത്തെ ആളുകളും അവിടെ ഞാൻ ആ വീഡിയോയിൽ കണ്ടു. സത്യത്തിൽ ഇവരൊന്നും തന്നെ മതം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത്തരം വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മഹേഷ് സവാൻ ചെയ്തത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് റസൂലിൻ്റെ വഴിയാണോ എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്.